നമസ്കാരം. ഇന്ന് വളരെ വിശേഷപ്പെട്ട ഒരു ദിവസമായി പരാമർശിക്കാം. ഇന്ന് കർക്കിടക വാവാണ്. വാവുമായി ബന്ധപ്പെട്ട ജ്യോതിഷപരമായ ഫലങ്ങൾ പരിശോധിക്കുമ്പോൾ ഈ പരാമർശിക്കാൻ പോകുന്ന നക്ഷത്രക്കാരായ വ്യക്തികൾക്ക് ചില കാര്യങ്ങൾ തുടർന്നുള്ള ദിവസങ്ങളിൽ ഇവരുടെ ജീവിതത്തിൽ അനുഭവഭേദ്യമാകുവാനുള്ള സാധ്യതകൾ വർദ്ധിച്ചിരിക്കുകയാണ്. ഇവർക്ക് ചില കാര്യങ്ങൾ പിതൃക്കളുടെ അനുഗ്രഹത്താൽ അനുകൂലമായി ഭവിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പ്രവേശിക്കുകയാണ്. പല കാര്യങ്ങളും ഗുണാനുഭവങ്ങളായി മാറാം. പല കാര്യങ്ങളും ഇവരുടെ ജീവിതത്തിൽ ശുഭകരമായി ഭവിക്കുകയും ചില കാര്യങ്ങളിൽ കൂടുതലായും ഇവർക്ക് പ്രവർത്തിക്കാനോ ചിന്തിക്കാനോ സാധിക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. ജീവിതത്തിൽ അത്രമേൽ പ്രയാസങ്ങൾ അത് ധനപരമായി തന്നെ ആകണം എന്നില്ല. മറ്റു പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും അനുഭവിച്ചു പോരുന്ന ഇവർക്ക് അതിൽ നിന്നും ഒരു മോചനം സാധ്യമാകാവുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇവർ പ്രവേശിക്കുകയാണ്. എന്താണ് പ്രധാനമായും ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കുക? പിതൃക്കളുമായി ബന്ധപ്പെട്ട് ഇവർക്ക് സംഭവിക്കാൻ പോകുന്ന ആ കാര്യങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ ഈ അധ്യായത്തിലൂടെ മനസ്സിലാക്കാം. ഏവരും ഒരു നിമിഷം നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തിയുടെ നാമം കമന്റായി രേഖപ്പെടുത്തി വന്ദിക്കൂ. അശ്വതി നക്ഷത്രക്കാരെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഈ സമയം മാനസികപരമായ വളരെ വിഷമതകളിലൂടെ അത്തരമൊരവസ്ഥയിലൂടെ കടന്നു പോകുന്നു എന്നുള്ളതാണ് വാസ്തവം. പല കാര്യങ്ങളെക്കുറിച്ചും ചിന്തിച്ച് മനസ്സ് വല്ലാതെ വിഷമിക്കുന്ന സാഹചര്യമുണ്ട്. പല കാര്യങ്ങളിലും ഒരു പ്രശ്ന പരിഹാരം ലഭിക്കാത്തതായ സാഹചര്യമുണ്ട്. പ്രതിസന്ധികളിൽ നിന്നും കരകയറുവാൻ പോലും സാധിക്കാത്ത സാഹചര്യമുണ്ട്. മനസ്സ് വല്ലാതെ വേദനിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പല രീതിയിലും പ്രതിസന്ധികൾ ജീവിതത്തിൽ അനുഭവിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. പല കാര്യങ്ങളിലും ഒരു വിള്ളൽ വീണിരിക്കുന്ന സാഹചര്യം ജീവിതത്തിലുണ്ട്. എന്നാൽ നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ധനപരമായ തകർച്ചയിൽ നിന്നും ഒരു മാറ്റം കടന്നു വരികയും പണം നിങ്ങളിലേക്ക് കടന്നു വരുന്ന സാഹചര്യമുണ്ട്. എന്നാൽ നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും വിധത്തിൽ വിഷമതകളുണ്ട് എങ്കിൽ അതിനെ പരിഹരിക്കുവാനുള്ള ഒരു സാഹചര്യം പിതൃക്കളുടെ അനുഗ്രഹത്താൽ ഈ സമയം ജീവിതത്തിലേക്ക് വന്നു ചേരാം. പ്രശ്ന പരിഹാരങ്ങൾ കടന്നു വരികയും തൊഴിൽ മേഖലയിലേക്ക് ഗുണകരമായ മാറ്റങ്ങൾ കടന്നു വരികയും ചെയ്യാം. നിങ്ങൾ ഇപ്പോൾ അനുഭവിച്ചു പോരുന്ന ദുരവസ്ഥയ്ക്ക് ഒരു മാറ്റമാണ് പിതൃക്കളുടെ അനുഗ്രഹത്താൽ ഈ സമയം ജീവിതത്തിലേക്ക് വന്നു ചേരുക. ഈ സമയം നിങ്ങൾ ചെയ്യേണ്ടതായ കാര്യം സാക്ഷാൽ പരമശിവനെ ആരാധിക്കുകയും ശിവമന്ത്രങ്ങൾ ജപിക്കുകയും ചെയ്യേണ്ടതാണ്. സാധിക്കുന്നവർ തീർച്ചയായും കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തണം. സാധിക്കുന്നില്ല എങ്കിൽ തലയ്ക്കുഴിഞ്ഞ് ഒരു നാണയം മാറ്റിവെക്കുകയും, അത് വിദേശത്തുള്ളവരാണ് എങ്കിലും നാണയം തലയ്ക്കുഴിഞ്ഞ് മാറ്റിവെക്കുക. ശേഷം അടുത്തു തന്നെ അധികം വൈകാതെ കുടുംബക്ഷേത്രത്തിൽ അത് സമർപ്പിച്ച് പ്രാർത്ഥിക്കൂ. ഭരണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ പല വിഷമകരമായ സാഹചര്യവുമുണ്ട്. പണം വരുന്നു, അതേപോലെ തന്നെ പോകുന്നതായ സാഹചര്യം, ചെലവുകൾ വർദ്ധിച്ചിരിക്കുന്ന സാഹചര്യം, ചെലവുകൾ ഒഴിവാക്കുവാൻ പോലും സാധിക്കാത്ത സാഹചര്യമാണ് ഉള്ളത്. എന്നാൽ ആരോഗ്യപരമായ പ്രശ്നങ്ങളും ധനപരമായ നഷ്ടങ്ങളോ നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. ആശുപത്രി കയറിയിറങ്ങി പണം നഷ്ടപ്പെടുന്ന സാഹചര്യം പോലുമുണ്ട്. എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഈ സമയം പിതൃക്കളുടെ അനുഗ്രഹം കടന്നു വരികയും ഭാഗ്യമായി അത് തെളിയുന്നതിലൂടെ ജീവിതത്തിൽ ആരോഗ്യപരമായും ധനപരമായ ശേഷിയും വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമായിരിക്കും ഉണ്ടാവുക. പോസിറ്റീവായ മാറ്റങ്ങൾ, ചിന്തകൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. പല രീതിയിലും ഉണ്ടായിരിക്കുന്ന തർക്കങ്ങൾ അത് പരിഹരിച്ച് മുന്നോട്ട് പോകുന്ന സാഹചര്യമാണ് വന്നു ചേരുക. ഈ സമയം മനസ്സിലെ ആശങ്കകൾ പരിഹരിക്കുകയും സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് സന്തോഷകരമായ നിമിഷങ്ങൾ വന്നു ചേരാം. ഈ സമയം സാക്ഷാൽ പരമശിവനെ ആരാധിക്കുകയും ശിവമന്ത്രങ്ങൾ ജപിക്കുന്നതും കൂടാതെ കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നതും ശുഭഫലങ്ങൾ പ്രദാനം ചെയ്യും. എന്നാൽ കുടുംബക്ഷേത്രത്തിൽ ദർശനം ഈ സമയം നടത്തുവാൻ സാധിക്കാത്തവരാണ് എങ്കിൽ തലയ്ക്കൊഴിഞ്ഞ് ഒരു നാണയം മാറ്റിവെക്കുക.
അധികം താമസിയാതെ കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തി ആ നാണയം നിക്ഷേപിച്ച് പ്രാർത്ഥിക്കൂ. നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായും ഈ സമയം മാറ്റങ്ങൾ കടന്നു വരും. പൂയം നക്ഷത്രക്കാരെ സംബന്ധിച്ച് നോക്കുകയാണ് എങ്കിൽ മനസ്സിന് തീരെ സമാധാനം ലഭിക്കാത്ത ഒരവസ്ഥയും മാനസിക സമ്മർദ്ദങ്ങളും ഉണ്ട്. അവഗണന ലഭിക്കുന്ന സാഹചര്യം, പ്രചോദനം പോലും ലഭിക്കുന്നില്ല. കൂടാതെ ഈ സമയം നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ അധ്വാനിക്കുന്നതിന് അനുസരിച്ചുള്ള ഫലം ലഭിക്കാത്തതായ സാഹചര്യമുണ്ട്. പല കാര്യങ്ങളിലും നിങ്ങൾക്ക് സംതൃപ്തിയില്ല എന്നതും വാസ്തവമാണ്. സ്ഥാനക്കയറ്റം അല്ലെങ്കിൽ തൊഴിൽപരമായ ഉയർച്ചയോ മറ്റ് ബിസിനസ് നേട്ടങ്ങളോ ആഗ്രഹിക്കുന്നു എങ്കിൽ പോലും സാധിക്കാത്ത സാഹചര്യം, ആഗ്രഹങ്ങൾ നടക്കുന്നില്ല എന്നതും വിഷമങ്ങൾക്ക് കാരണമായി തീരുന്നു. തടസ്സങ്ങളും പരാജയങ്ങളും ജീവിതത്തിൽ വളരെയധികം വർദ്ധിച്ചിരിക്കുന്ന സമയം. പല കാര്യങ്ങളും ഉണ്ട് എങ്കിലും അനുഭവിക്കുവാനുള്ള ഒരു സാഹചര്യം ഇല്ലാത്തതായ അവസ്ഥ, പണം വന്നതുപോലെ ഇറങ്ങിപ്പോകുന്നതായ സാഹചര്യം. എന്നാൽ ഇവിടെ നിന്നും ഒരു മാറ്റം സംഭവിക്കുകയാണ്. പൂർണ്ണമായും വിജയത്തിലേക്ക് എത്തുവാനുള്ള ഒരു അവസരം നിങ്ങൾക്ക് പിതൃക്കളുടെ അനുഗ്രഹത്താൽ വന്നു ചേരുകയാണ്. പുതിയ ചില അധ്യായങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ആരംഭിക്കാം. കാര്യ തടസ്സങ്ങൾ ഒരു പരിധിവരെ ഒഴിയുകയും പ്രതിസന്ധികൾ അകന്ന് ജീവിത വിജയങ്ങൾ നേടുവാൻ സാധിച്ചു എന്ന് വരാം. വിവാഹ കാര്യങ്ങളിൽ അനുകൂല സാഹചര്യങ്ങൾ വന്നു ചേരാം. കൂടാതെ പല കാര്യങ്ങളിലും ഭയപ്പെട്ടിരിക്കുന്ന നിങ്ങൾക്ക് ഒരു മാറ്റം സംഭവിക്കാം. പല കാര്യങ്ങളിലും ഉറച്ചു നിന്ന് മുന്നോട്ട് പോകുവാൻ സാധിക്കും. ശുഭകാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ഒരു സമയമാണ്. അതിനാൽ തീർച്ചയായും ഈ സമയം ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് നീങ്ങൂ. പ്രത്യേകിച്ചും ഈ സമയം കുടുംബക്ഷേത്രത്തിൽ നിങ്ങൾ തീർച്ചയായും ദർശനം നടത്തണം. കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തുവാൻ സാധിക്കുന്നില്ല എങ്കിൽ തലയ്ക്കൊഴിഞ്ഞ് ഒരു നാണയം മാറ്റിവെക്കുകയും അധികം താമസിയാതെ നിങ്ങൾ കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തി ഭണ്ഡാരത്തിൽ നിക്ഷേപിക്കൂ. ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ബലിയിടാൻ സാധിക്കാത്തവരാണ് എങ്കിൽ മീനൂട്ട് വഴിപാട് ഈ സമയം നടത്തി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് ഗുണഫലങ്ങൾ പ്രദാനം ചെയ്യും. അനിഴം നക്ഷത്രക്കാരെ സംബന്ധിച്ച് നോക്കുകയാണ് എങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലുള്ള ഒരു ജീവിതം അല്ലെങ്കിൽ അനുകൂല സാഹചര്യങ്ങൾ ലഭിക്കാത്തത് നിങ്ങൾക്ക് വളരെ വിഷമങ്ങൾക്ക് കാരണമായി തീരുന്നു എന്നുള്ളതാണ്. എന്നാൽ തീർച്ചയായും നിങ്ങൾക്ക് മികച്ച ഒരു സമയം ആരംഭിക്കാൻ പോകുന്നു, അതിൻ്റെ തുടക്കമാകുന്നു എന്നുള്ളതാണ് വാസ്തവം. പഠന കാര്യങ്ങളിൽ പോലും അനുകൂല സാഹചര്യങ്ങൾ വന്നു ചേരാം. ഈ സമയം മികവ് പുലർത്തുവാൻ സാധിച്ചു എന്ന് വരാം. വിജയങ്ങൾ പല കാര്യങ്ങളിലും നിഷേധിക്കപ്പെട്ടിരിക്കുന്ന നിങ്ങൾക്ക് ആ വിജയങ്ങൾ സ്വന്തമാക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരാം. പല കാര്യങ്ങളിലും കൃത്യമായ ഫലം, പ്രവൃത്തികൾ നിങ്ങൾക്ക് അനുകൂലമായി തീർന്നു എന്ന് വരാം. ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ജീവിതത്തിൽ ഇല്ലാത്തതായ സാഹചര്യമാണ് ഉള്ളത് എങ്കിൽ അതിൽ നിന്നും മാറ്റങ്ങൾ സംഭവിക്കാം. ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർക്ക് അതിൽ നിന്നും ഒരു മാറ്റം സംഭവിക്കാം. ഈ സമയം ആരോഗ്യപരമായ മാറ്റങ്ങൾ ജീവിതത്തിൽ അനുഭവവേദ്യമാകുന്ന സാഹചര്യമാണ് ഉള്ളത്. ആരോഗ്യപരമായ പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും. പല ഉപദേശങ്ങൾ ലഭിക്കുകയും അത് നിങ്ങൾക്ക് ഗുണകരമായി ഭവിക്കുകയും ചെയ്യാം. ആരോഗ്യപരമായ പ്രശ്നങ്ങളെ തരണം ചെയ്യുവാൻ സാധിക്കും. ഈ സമയം ശുഭകരമായ മാറ്റങ്ങൾ വന്നു ചേരുകയും ആരോഗ്യപരമായ ഉയർച്ച കടന്നു വരാം. ഈ സമയം ശുഭകാര്യങ്ങൾ ജീവിതത്തിൽ പ്രവർത്തിക്കുകയും പുതിയ കാര്യങ്ങൾ പ്രവർത്തിക്കാനുള്ള ഊർജം ജീവിതത്തിലേക്ക് വന്നു ചേരാം. ഈ സമയം പുതിയ അവസരങ്ങൾ തന്നെയാണ് വന്നു ചേരുക. എന്നാൽ ഈ സമയം പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തുക എന്ന കാര്യത്തിനാണ്. കൂടാതെ ഈ സമയം നിങ്ങൾ സാക്ഷാൽ പരമശിവനെ ആരാധിക്കുന്നതും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും ശുഭകരമാണ്. മീനൂട്ട് വഴിപാടും തിലഹോമവും നടത്തി പ്രാർത്ഥിക്കുന്നത് നിങ്ങൾക്ക് ഗുണകരമായ ഫലം നൽകും. എന്നാൽ നിങ്ങൾക്ക് കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തുവാൻ സാധിക്കുന്നില്ല എങ്കിൽ തലയ്ക്കുഴിഞ്ഞ് ഒരു നാണയം മാറ്റിവെക്കുകയും അടുത്തു തന്നെ കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തി പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടതാണ്. ആയില്യം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം പല കാര്യങ്ങളിലും തീരുമാനങ്ങൾ എടുക്കേണ്ടതായ സാഹചര്യമുണ്ട് എങ്കിലും
അതിന് സാധിക്കാത്തതായ സാഹചര്യമുണ്ട്. പലപ്പോഴും ജീവിതത്തിൽ ചിന്തിക്കുന്നതല്ല പ്രവർത്തിക്കുന്നത്. പല കാര്യങ്ങളും നിങ്ങൾക്ക് എതിരായി സംഭവിക്കുന്ന സാഹചര്യമുണ്ട്. മാറ്റങ്ങൾ കടന്നു വരണം എന്ന് ആഗ്രഹിച്ചാലും സാധിക്കാത്തതായ സാഹചര്യം, അധ്വാനത്തിനനുസരിച്ചുള്ള ഫലം ലഭിക്കാത്തതായ സാഹചര്യം, പണം വരുന്നതും പോകുന്നതും അറിയാത്തതായ അവസ്ഥ, ആശുപത്രി ചെലവുകളോ മറ്റ് ചെലവുകളോ ജീവിതത്തെ വല്ലാതെ തളർത്തുന്നു. ഈ അവസ്ഥയിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ചില ഗുണഫലങ്ങൾ ജീവിതത്തിൽ അനുഭവത്തിൽ വരുന്ന ഒരു സമയം തന്നെയാണ്. പ്രതിസന്ധികളെ മറികടക്കുവാനും കഷ്ടതകളെ മറികടന്ന് മുന്നോട്ട് പോകുവാനും സാധിക്കും. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ കുടുംബപരമായി അനുകൂല സാഹചര്യങ്ങൾ വന്നു ചേരാം. പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും എന്നുള്ളതാണ്. സമാധാനമില്ലാത്ത അവസ്ഥകൾക്ക് മാറ്റങ്ങൾ കടന്നു വരാം. ഈ സമയം തീർച്ചയായും പരമശിവനെ നിങ്ങൾ ആരാധിക്കണം. കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തി പ്രാർത്ഥിക്കണം. സാധിക്കാത്തവർ 1 രൂപ നാണയം ഒഴിഞ്ഞുവെച്ച് നിങ്ങൾ ദർശനത്തിനായി പോകുന്ന സമയത്ത് ആ നാണയം ഭണ്ഡാരത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് സാക്ഷാൽ പരമശിവനെ ആരാധിക്കുന്നത് പോലെ തന്നെ ബലി അർപ്പിക്കാത്തവരാണ് അല്ലെങ്കിൽ ബലിയിടാത്തവരാണ് എങ്കിൽ മീനൂട്ട് വഴിപാടോ തിലഹോമമോ നടത്തി പ്രാർത്ഥിക്കുന്നതും നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യവർദ്ധനവിന് ഉത്തമമായി തീരും. പൂരം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ദാമ്പത്യ ജീവിതം അല്ലെങ്കിൽ മറ്റ് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാണ് എന്ന് പറയാം. പല രീതിയിലും അവഗണനകളോ അല്ലെങ്കിൽ മാനസിക വ്യഥകളോ തെറ്റിദ്ധാരണകളോ ജീവിതത്തിൽ പല കാര്യങ്ങളെയും നിങ്ങൾക്ക് തകിടം മറിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വാസ്തവം. ധനപരമായ പ്രയാസങ്ങളുണ്ട്. പണം കയ്യിൽ വരുന്നതും പോകുന്നതും അറിയാത്തതായ അവസ്ഥ, ആശുപത്രി ചെലവുകളോ മറ്റ് ചെലവുകളോ വളരെയധികം ബാധിച്ചിട്ടുണ്ട്. ഈ സമയം നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ജീവിതത്തിന്റെ പോക്ക് എങ്ങോട്ടാണ് എന്ന് പോലും മനസ്സിലാക്കുവാൻ സാധിക്കാത്ത ഒരു സാഹചര്യമാണ് ഉള്ളത്. എന്നാൽ നിങ്ങളുടെ സന്തോഷത്തെയും സമാധാനത്തെയും ഇല്ലാതാക്കുന്ന പല കാര്യങ്ങളും ജീവിതത്തിൽ സംഭവിക്കുന്നു എങ്കിൽ അതെല്ലാം അപ്രത്യക്ഷമാകുവാൻ തുടങ്ങുന്നു എന്നുള്ളതാണ്. ഈ സമയം ജീവിതത്തിൽ തടസ്സപ്പെട്ട് കിടന്നിരുന്ന പല കാര്യങ്ങളും വിജയത്തിലേക്കോ അല്ലെങ്കിൽ പൂർത്തീകരണത്തിലേക്കോ കടക്കാം. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിലെ തടസ്സങ്ങൾ ഒരു പരിധിവരെ ഒഴിയുകയും പല കാര്യങ്ങളിലും കൃത്യമായി ഇടപെടലുകൾ നടത്തുവാനും ആഗ്രഹ സാഫല്യങ്ങളും ധനലാഭവും ധനപരമായ സഹായങ്ങളും ലഭിക്കാം. പ്രതിസന്ധികൾക്ക് ഒരു പൂർണ്ണമായ പരിഹാരമോ അല്ലെങ്കിൽ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കും. ഈ സമയം പരമശിവനെ ആരാധിക്കുകയും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് സാക്ഷാൽ മഹാലക്ഷ്മി ദേവിയെ ആരാധിക്കുന്നത് ധനപരമായ ഉയർച്ചയ്ക്ക് ഉത്തമമാണ്. കൂടാതെ കുടുംബക്ഷേത്രത്തിൽ കൂടി ദർശനം നടത്തുവാൻ സാധിക്കാത്തവരാണ് എങ്കിൽ തലയ്ക്കൊഴിഞ്ഞ് ഒരു നാണയം മാറ്റിവെക്കുകയും അധികം താമസിയാതെ തന്നെ കുടുംബക്ഷേത്രത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. കൂടാതെ ഈ സമയം ബലിയിടാത്തവരാണ് എങ്കിൽ മീനൂട്ട് വഴിപാടും തിലഹോമവും നടത്തി പ്രാർത്ഥിക്കുന്നത് നിങ്ങൾക്ക് ഗുണഫലങ്ങൾ പ്രദാനം ചെയ്യും. തൃക്കേട്ട നക്ഷത്രക്കാരെ സംബന്ധിച്ച് നോക്കുകയാണ് എങ്കിൽ ഒരു പുതിയ അധ്യായം ജീവിതത്തിൽ ആരംഭിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. പല കാര്യങ്ങളെക്കുറിച്ചും ചിന്തിക്കുകയും കൃത്യമായി പ്രവൃത്തികൾ നടത്തുവാൻ സാധിക്കുകയും ചെയ്യുന്ന സമയമാണ്. പല കാര്യങ്ങളിലും എന്തെന്നില്ലാത്ത ഒരു വേവലാതി നിങ്ങളെ ബാധിച്ചിരിക്കുന്ന സമയമാണ്. സന്തോഷിക്കുവാൻ സാധിക്കുന്ന കാര്യങ്ങളില്ല. പല കാര്യങ്ങളും മനസ്സിനെ വല്ലാതെ ബാധിച്ചിട്ടുണ്ട്. തടസ്സങ്ങൾ അനുഭവിക്കുന്നു. സന്താനങ്ങളുമായി ബന്ധപ്പെട്ടോ മറ്റ് വ്യക്തികളാലോ മനസ്സ് വിഷമിക്കുന്ന സാഹചര്യം. എന്നാൽ ഇതിൽ നിന്നും ഒരു മാറ്റം വന്നു ചേരുകയും അത് കുടുംബത്തിൽ സന്തോഷമോ സമൃദ്ധിയോ നൽകുന്ന സാഹചര്യമാണ് പിതൃക്കളുടെ അനുഗ്രഹത്താൽ വന്നു ചേരുക. ഈ സമയം തീർച്ചയായും മാറ്റങ്ങൾ അനുഭവഭേദ്യമാകും എന്നുള്ളതാണ്. നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ നിങ്ങൾ അനുഭവിച്ചിട്ടുള്ള കഷ്ടപ്പാടുകൾക്ക് മാറ്റം സംഭവിക്കുന്ന സമയമാണ്. ഭയത്തെ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാനും പ്രതിസന്ധികളെ വളരെ എളുപ്പത്തിൽ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കും. ജീവിതത്തിലെ പ്രശ്നങ്ങളിൽ നിന്നും ഒരു മാറ്റം കടന്നു വരാം. ഈ സമയം നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തിയുടെ കടാക്ഷം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേർന്നിരിക്കുകയാണ്. പ്രധാനമായും ഈ സമയം കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തണം. സാധിക്കാത്തവർ തലയ്ക്കൊഴിഞ്ഞ് ഒരു നാണയം മാറ്റിവെക്കുകയും അടുത്തു തന്നെ കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തി ആ നാണയം കുടുംബക്ഷേത്രത്തിൽ സമർപ്പിക്കൂ. കൂടാതെ പരമശിവനെ ആരാധിക്കുന്നതും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും ശുഭകരമാണ്.
ഈ സമയം തിലഹോമം നടത്തി പ്രാർത്ഥിക്കുന്നതും മീനൂട്ട് വഴിപാട് നടത്തി പ്രാർത്ഥിക്കുന്നതും നിങ്ങൾക്ക് ശുഭഫലം നൽകും. ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് നീങ്ങൂ. മൂലം നക്ഷത്രക്കാരെ സംബന്ധിച്ച് നോക്കുകയാണ് എങ്കിൽ ഈ സമയം പല കാര്യങ്ങളിലും പ്രവൃത്തികൾ ചെയ്യുന്നു എങ്കിലും ഫലം ലഭിക്കാത്ത സാഹചര്യമുണ്ട്. ധനപരമായ ചെലവുകളുണ്ട്. പല കാര്യങ്ങളിലും ചെലവ് വർദ്ധിച്ചിരിക്കുന്ന സാഹചര്യം. പല കാര്യങ്ങളിലും എന്താണ് പ്രവർത്തിക്കേണ്ടത് എന്ന് പോലും മനസ്സിലാക്കുവാൻ സാധിക്കാത്ത സമയം. ശുഭകാര്യങ്ങൾ പോലും നടക്കാത്തതായ സാഹചര്യം. നടക്കും എന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ പോലും തടസ്സപ്പെടുന്നു. ധനപരമായ പ്രയാസങ്ങളുണ്ട്. ധനം ആവശ്യത്തിന് ലഭിക്കാത്തതായ സാഹചര്യമുണ്ട്. മനസ്സ് പല ചിന്തകളാൽ ആകുലപ്പെടുന്ന സാഹചര്യം. സന്താനങ്ങളുമായി ബന്ധപ്പെട്ട ഉത്കണ്ഠയുണ്ട്. ഇത്തരം സാഹചര്യങ്ങളിൽ നിന്നും ഒരു പരിധിവരെ മോചനമാണ് പിതൃക്കളുടെ അനുഗ്രഹത്താൽ കടന്നു വരാനായി പോകുന്നത്. ഈ സമയം അവസരങ്ങൾ ലഭിക്കുകയും അത് കൃത്യതയോടെ വിനിയോഗിക്കുവാൻ സാധിച്ചു എന്ന് വരാം. മനസ്സിൽ ചിന്തിക്കുന്ന പല കാര്യങ്ങളും പ്രവർത്തിക്കുവാൻ സാധിക്കും. സന്തോഷ വാർത്തകൾ തേടിയെത്താം. ധനപരമായ സഹായങ്ങൾ പ്രതീക്ഷിക്കുന്ന ധനം ലഭിച്ചു എന്ന് വരാം. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ പ്രത്യേകിച്ചും എടുക്കുന്ന തീരുമാനങ്ങൾ ഗുണകരമായി തീരാം. ഉയർച്ചയിലേക്ക് എത്തിക്കുവാൻ സാധിക്കും വിധം ചില തീരുമാനങ്ങൾ എടുക്കുവാൻ സാധിക്കും. ഈ സമയം പൊതുവിൽ അനുകൂല സാഹചര്യങ്ങളാണ് ഉള്ളത്. യാത്രകൾ പോലും സാധ്യമാകാം. ഈ സമയം കുടുംബ ദേവതയെ ആരാധിക്കുന്നതും കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ചെയ്യുക. സാധിക്കാത്തവർ 1 രൂപ നാണയമേ ആണ് എങ്കിലും തലയ്ക്കുഴിഞ്ഞ് മാറ്റിവെക്കുകയും കുടുംബക്ഷേത്രത്തിൽ ദർശനത്തിനായി പോകുമ്പോൾ ഭണ്ഡാരത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കൂ. കൂടാതെ പരമശിവനെ ആരാധിക്കുന്നതും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും ശുഭകരമാണ്. ഈ സമയം മീനൂട്ട് വഴിപാടും തിലഹോമവും നടത്തി പ്രാർത്ഥിക്കുന്നത് നിങ്ങളുടെ ഐശ്വര്യവർദ്ധനവിനും ഉത്തമമാണ്. ശ്രദ്ധയോടെ മുന്നോട്ട് നീങ്ങൂ. പൂരുരുട്ടാതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ വലിയൊരു മാറ്റം കടന്നു വരാവുന്ന ഒരു സമയമാണ് നിങ്ങൾക്കുള്ളത്. പല രീതിയിലും നിങ്ങളെ വിഷമങ്ങൾ ബാധിച്ചിട്ടുണ്ട്. ശത്രുദോഷങ്ങൾ ബാധിച്ചിരിക്കുന്ന സാഹചര്യമുണ്ട്. പല കാര്യങ്ങളിലും നിങ്ങൾ ശല്യത്തിന് മറ്റുള്ളവരുടെ അടുത്ത് പോകുന്നില്ല എങ്കിലും പലരും നിങ്ങളെ ശല്യപ്പെടുത്തുന്ന സാഹചര്യമുണ്ട്. നിങ്ങൾ താഴ്ന്നു കാണണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളുണ്ട്. ജീവിതത്തിൽ സന്തോഷം പലപ്പോഴും അനുഭവിക്കുന്നത് പലർക്കും സഹിക്കുവാൻ സാധിക്കുന്നില്ല. പലരും തകർക്കുവാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ധനപരമായ പ്രയാസങ്ങൾ, ആകുലതകൾ, ചിന്തകൾ മനസ്സിനെ വല്ലാതെ ബാധിച്ചിരിക്കുന്ന സമയമാണ്. എന്നാൽ ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ പല ശുഭകാര്യങ്ങളും അനുഭവത്തിൽ വരുന്ന സമയമാണ്. പിതൃക്കളുടെ അനുഗ്രഹത്താൽ ജീവിതത്തിൽ ശുഭകാര്യങ്ങൾ സംഭവിക്കാം. എന്നാൽ ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന ഗുണഫലങ്ങൾ കൂടുതലായും അനുകൂലമാകുവാൻ മീനൂട്ട് വഴിപാട് നടത്തി പ്രാർത്ഥിക്കുന്നതും തിലഹോമം നടത്തി പ്രാർത്ഥിക്കുന്നതും ഗുണകരമായി തീരും. കൂടാതെ കുടുംബ ദേവതയെ പ്രാർത്ഥിക്കുകയും കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തുക. കൂടാതെ തീർച്ചയായും നിങ്ങൾ പരമശിവനെ ആരാധിക്കുകയും ശിവമന്ത്രങ്ങൾ ഈ സമയം ജപിക്കുന്നതും നിങ്ങളുടെ ജീവിതത്തിൽ ഗുണകരമായ ഫലങ്ങൾ നൽകും. കുടുംബക്ഷേത്രത്തിൽ ഈ സമയം ദർശനം നടത്തുവാൻ സാധിക്കുന്നില്ല എങ്കിൽ തലയ്ക്കുഴിഞ്ഞ് 1 നാണയം മാറ്റിവെച്ച് കുടുംബക്ഷേത്രത്തിൽ പ്രാർത്ഥിക്കുന്നതായ അവസരത്തിൽ തീർച്ചയായും ഇത് ഭണ്ഡാരത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാവുന്നതാണ്. പിതൃക്കളുടെ അനുഗ്രഹത്താൽ അനുഭവിക്കുന്ന വിഷമകരമായ സാഹചര്യങ്ങളിൽ നിന്നും ഒരു പരിധിവരെ മോചനം സാധ്യമാകാവുന്ന സാഹചര്യമാണ് നിങ്ങൾക്കുള്ളത്. ഈ സമയം ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് പോകൂ. അവസരങ്ങൾ കൃത്യമായി തന്നെ വിനിയോഗിക്കണം.